സ്ത്രീകൾ പറഞ്ഞു വരുന്ന ഒരു പരാതിയിലുണ്ട്. പുരുഷന്മാർ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണെന്നറിയോ? ഒന്നുമല്ല. പുരുഷന്റെ ബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് ടണൽ വിഷൻ എന്നുള്ള കൺസെപ്റ്റിൽ. അതായത് ബ്രെയിനകത്ത് ഓരോ കാര്യങ്ങൾ സ്ക്വയർ പോയിന്റ് എഴുതാനും, സ്ത്രീകളുടെ ബ്രെയിൻ ആണെങ്കിലും ഇമോഷണലി വയറിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക മൾട്ടി ടാസ്കിങ് ഓപ്ഷനിലാണ്. അതായത് ഇപ്പോൾ ഒരു ഫുട്ബോൾ കളി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷനോട് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുക ആവശ്യങ്ങൾ പറയുകയാണെങ്കിൽ പുരുഷൻ ശ്രദ്ധിക്കണമെന്നില്ല. നമ്മളായിരിക്കും ഫുട്ബോളിനോട് പ്രാധാന്യം. ആക്ച്വലി അതിന് മെയിൻ വിഷയം പുരുഷന്റെ നിർമ്മിച്ചിരിക്കുന്ന ബ്രെയിൻ രീതികൾ ഒരു സമയത്ത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വർക്കൗട്ട് ആക്കാനുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ബ്രെയിൻ ഉള്ളത്. അപ്പോൾ ആ ശ്രദ്ധ അവിടെ പോകും. അതിനുശേഷം നീ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ചോദ്യം വരുള്ളൂ. സ്ത്രീ മൾട്ടി ടാസ്കിങ് ആണ്. ഇത് എങ്ങനെയാ വെച്ചാൽ ഒന്നുമല്ല, നമ്മുടെ ഹെറിറ്ററി ആണ്. അതായത് നമ്മൾ പൂർവികന്മാരെ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദിമാന കാലഘട്ടങ്ങൾ മുതൽ നോക്കുകയാണെങ്കിൽ പുരുഷൻ ഹണ്ടിങ്, അതായത് പുറത്തു പോയി യുദ്ധം ചെയ്തു അല്ലെങ്കിൽ വേട്ടയാടി കൊണ്ടുവന്ന ഭക്ഷണം വീട്ടിൽ കൊണ്ടെത്തിക്കുക എന്നുള്ള രീതിയായിരുന്നു പുരുഷനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ടണൽ വിഷനിൽ അവർ വൺ ഓഫ് ദ ടൈം ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയാണ് അവർക്കുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഭക്ഷണം പാകം ചെയ്ത് ഒരേ സമയത്ത് വീട്ടിൽ പല പല കാര്യങ്ങൾ ചെയ്യുക, കുട്ടികളെ നോക്കാന്നുള്ള മൾട്ടി ടാസ്കിംഗ് ആണ് സ്ത്രീകളിൽ നമ്മൾ ഇത്രയും രീതിയിൽ കണ്ടുവരാറുണ്ട്. അപ്പോൾ അവർക്ക് ഒരേ സമയത്ത് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പുരുഷനാവട്ടെ ഒരു സമയത്ത് ഒരു കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇത്രയും പരാതികൾ പറയുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുക, പുരുഷൻ്റെ ബ്രെയിൻ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അതേസമയം മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള പുരുഷന്മാരും ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ ഇത്രയും സാഹചര്യങ്ങളിൽ നമ്മൾ അവരുടെ സ്ഥിതിഗതികളെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കം അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷനിലൂടെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങളുണ്ടാകും. ഇത്തരം മാറ്റങ്ങളിൽ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പോംവഴി വേണമെന്നുണ്ടെങ്കിലും